അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഉൽ ഖൈറ മനൂഅ ഇല്ലൽ മുസല്ലീൻ. അള്ളാഹു പറയാണ്, ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ, മനുഷ്യനെ ആർത്തിയുള്ളവനായിട്ടാണ് പടക്കപ്പെട്ടത്. എല്ലാ മനുഷ്യർക്കും ആർത്തിയുണ്ട്, ആർത്തിയുള്ളവരായിട്ടാണ് പടക്കപ്പെട്ടത്. മനുഷ്യന്റെ സ്വഭാവം എന്താ? ഇദാ മസ്സഹു ശർറു ജസൂഅ, എന്തെങ്കിലും ഒരു വിഷമം എത്തിയാൽ ഓൻ അക്ഷമ കാണിക്കും, ഓൻ പൊറുതികേട് കാണിക്കും. ക്ഷമയില്ലാത്ത സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം. ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, അതേ സമയത്ത് സമ്പത്ത് കിട്ടിയാലോ അവൻ മനു ആണ്, അത് തടഞ്ഞു വെക്കുന്നതാണ്, ആർക്കും കൊടുക്കാൻ തയ്യാറാകുന്നില്ല, അത് പരമാവധി പിടിച്ചു വെക്കാനാണ് അവൻ നോക്കുന്നത്. ഇദാ മസ്സഉൽ ഖൈറു മനൂഅ. എന്നാൽ ഈ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒഴിവാണ് ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴിച്ച്, പതിവായി നിസ്കരിക്കുന്നവരൊഴിച്ച് ഈ സ്വഭാവത്തിൽ നിന്ന് ഒഴിവാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു ആയത്തിൽ പറഞ്ഞത് ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ, മനുഷ്യനെ ആർത്തിയുള്ളവരായിട്ടാണ് പടച്ചത്. എല്ലാവർക്കും ആർത്തിയാണ്, പൈസയോട്, സമ്പത്തിനോട്, സൗകര്യങ്ങളോട്, ഇതിനോടൊക്കെ എല്ലാവർക്കും ആർത്തിയാണ്. പക്ഷേ ആ ആർത്തി ഉണ്ടെങ്കിലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ആർത്തി അല്ല തന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അതില്ലാഞ്ഞാ നടക്കുവോ? ഇപ്പോ കടുത്ത കടൽക്ഷോഭമുള്ള സമയത്തും ജീവൻ പണയം വെച്ച് കടലിലിറങ്ങി മത്സ്യം പിടിക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണോ? അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിക്കാൻ വേണ്ടി അവർക്ക് ഇവിടെ ചൂണ്ടലിട്ട് കിട്ടിയ മീൻ വിറ്റാലും അവർക്ക് ജീവിക്കാം. പക്ഷെ അവരുടെ പണത്തോടുള്ള ആർത്തിയാണ്. ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്തും ജീവൻ പണയം വെച്ച് കടലിലിറങ്ങിയിട്ട് രാവും പകലും അവിടെ തങ്ങി മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്നത് അവരുടെ പണത്തോടുള്ള ആർത്തിയാണ്. ആ ആർത്തി അവർക്ക് ഉണ്ടായത് കൊണ്ട് നമുക്കൊക്കെ മത്സ്യം കിട്ടുന്നു. അപ്പൊ അത് നിയമത്തല്ലേ? അത് നിയമത്താണ്. കർണാടകയിലെ ഊടുവഴികളിലൂടെ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ പോത്തിനെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ, അതുപോലെ ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർക്ക് പൈസയും കൊടുത്ത് ശത്രുക്കളുടെ ഒന്നും കണ്ണിൽ പെടാതെ ജീവൻ കയ്യിൽ പിടിച്ച്, അതുപോലെ സമ്പത്തിനെ പേടിച്ച്, അങ്ങനെയാണ് ഊടുവഴിയിലൂടെ കടന്നു വന്ന് കേരളത്തിൽ പോത്ത് സപ്ലൈ ചെയ്യുന്നു, ബീഫ് സപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ബീഫ് കിട്ടുന്നു. പക്ഷെ അവർ അങ്ങനെ ജീവൻ പണയം വെച്ചിട്ടും അവർ ആ സാഹസിക പ്രവർത്തനത്തിന് അവര് മുതിരുന്നത് അവരുടെ പണത്തോടുള്ള ആർത്തിയാണ്. ആ ആർത്തി ഓർക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്കിവിടെ ബീഫ് കിട്ടൂല, നമുക്കിവിടെ മീന് കിട്ടൂല. പ്രിയപ്പെട്ടവരെ, പിന്നെ അത് എപ്പോഴാണ് അങ്ങനെ ആർത്തിയോട് കൂടെ അയാൾ ഉണ്ടാക്കിയ പൈസ അത് അള്ളാഹുവിന്റെ ദീനിന് ചെലവഴിക്കുമ്പോ, പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിൽ ചെലവഴിക്കുമ്പോ അത് വലിയ നിഅമത്താണ്, അതിന് പരലോകത്ത് വലിയ കൂലിയുമാണ്. 10ഉം 15ഉം നിലയുള്ള ബിൽഡിങ്ങിന്റെ ആ ചുമരിൽ ഒരു കയറിൽ പിടിച്ച് തൂങ്ങി ബ്രഷും ബക്കറ്റുമായിട്ട് പെയിന്റ് അടിക്കുന്ന ആളുകളും ജീവൻ കൈപിടിച്ച് സാഹസികമായ പ്രവർത്തനത്തിലാണ് അവരും ഇടപെടുന്നത്. അങ്ങനെ അവർ പെയിന്റ് അടിക്കുന്നത് അവരുടെ പണത്തോടുള്ള മോഹം കൊണ്ടാണ്. അത്തരം മോഹം അള്ള കൊടുത്തത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അപ്പൊ മനുഷ്യനെ അല്ലാഹു തആല പടച്ചത് ആർത്തിയുള്ളവരായിട്ടാണ്. ഈ ആർത്തി ഒരു വേള മനുഷ്യന്റെ നിലനിൽപ്പിനും മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ഭാഗമായ നിഅമത്താണ് എന്നും കൂടുതൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ മനുഷ്യന്റെ സ്വഭാവമാണ്
ഈ പൈസ കിട്ടിയാൽ അത് പിടിച്ചു വെക്കും. അത് ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴിച്ച്. നിസ്കരിക്കുന്നവര്, പതിവായി നിസ്കരിക്കുന്നവർക്ക് ഈ പണം കൊടുത്ത് റബ്ബിന്റെ സ്വർഗം വാങ്ങണം എന്നുള്ള ചിന്തയുണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഒരു മുസ്ലിമും ഒരു കാഫിറും രണ്ടുപേരും കടലിലേക്ക് പോയിരിക്കുകയാണ്, മത്സ്യം പിടിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വലയെറിഞ്ഞു. മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് സങ്കടപ്പെട്ടു പറഞ്ഞു, എനിക്ക് മത്സ്യം വേണം എന്ന്. കാഫിറായ മനുഷ്യൻ അവന്റെ ദൈവങ്ങളെയും വിളിച്ച് സങ്കടപ്പെട്ടു പറഞ്ഞു. എന്ത് കണ്ടു? മുസ്ലിമിന്റെ വലയിൽ ഒരൊറ്റ മീനുമില്ല, കാഫിറിന്റെ വല മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. അവസാനം വൈകുന്നേരം വരെ ദ്വയർന്നിട്ട് അവസാനം ഈ മുസ്ലിമിന്റെ കയ്യിൽ ഒരു മീന് കിട്ടി. അത് പിടിച്ചപ്പോഴേക്കന്നെ അത് ചാടിപ്പോവും ചെയ്തു. ഇത് കണ്ടപ്പോ ഒരു മലക്ക്, ഒരു ഹദീസിൽ വന്നതാണ്, ഒരു മലക്ക് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ച റബ്ബേ, നിന്റെ അടിമ രാവിലെ മുതൽ നിന്നോട് ദ്വയർന്നിട്ട് ഒരൊറ്റ മത്സ്യം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അതേ സമയത്ത് ബഹുദൈവാരാധകനായ ആ മനുഷ്യൻ, അദ്ദേഹം അവന്റെ ദൈവങ്ങളെ വിളിച്ചിട്ട് കിട്ടിയിട്ട് വല മുഴുവൻ, ബോട്ട് മുഴുവൻ നിറച്ച് മീൻ നീ കൊടുത്തില്ലേ, ഇതെന്താണ് പടച്ചോനെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, ആ മലക്കിനെ വിളിച്ചു, താൽ നീ ഒന്നുണ്ട് വാ എന്നിട്ട് പറഞ്ഞിട്ട് സ്വർഗത്തിലുള്ള ഈ മുഅ്മിനായ മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുക്കാൻ പോകുന്ന ആ സ്ഥലം ഇങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് അള്ളാഹു പറയാണ്, മാ യളുറു അബ്ദിൽ മുഅ്മിന മാ അസാബഹു ബഅദ അൻ യസീറ ഇലാ ഹാദാ. എന്താ ആ അടിമ, ഒരു മത്സ്യവും കിട്ടാത്ത പ്രയാസപ്പെട്ട ആ അടിമ, അവന് ഇവിടുക്കെത്താനുള്ള ആളാണ്. ഇവിടുക്കെത്തിയാൽ ഓൻ ആ മത്സ്യം കിട്ടാത്തതൊരു വിഷയാണോ? അതൊരു വിഷയമല്ലല്ലോ. എന്നിട്ട് പിന്നെ ആ കാഫിറിന് നരകത്തിൽ പോകേണ്ട സ്ഥലവും അത് കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹ് ചോദിക്കാണ്, ഇവിടേക്ക് എത്തേണ്ട ഒരു മനുഷ്യന് എത്ര മീൻ കിട്ടിയിട്ട് എന്ത് കാര്യാണുള്ളത് എന്നും അല്ലാഹു തആല മലക്കിനോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഇതാണ്. എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിനെ പറ്റിയുള്ള ബോധവും ചിന്തയും ഇബാദത്ത് കൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ട നമ്മുടെ റഷീദ് മാഷ ഉമ്മയുടെ പേരിൽ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്നലെ പൂച്ചോലിൽ മരണപ്പെട്ട സലാമുഖാന്റെ ബന്ധുക്കളും ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അസീസ്ക കുട്ടികൾക്ക് ചായക്ക് പലഹാരം കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഉമ്മമാർക്കും മരണപ്പെട്ടു പോയ അവരുടെ ഭാര്യയ്ക്കും അതുപോലെ ഇന്നലെ മരണപ്പെട്ട സഹോദരനും മാഷ ഉമ്മാക്കൊക്കെ അല്ലാഹു തആല സ്വർഗത്തിലെ ഉന്നതമായ ഭക്ഷണം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. മക്കൾ കൊടുക്കുന്ന സ്വതക്ക കൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ അള്ളാഹു അവരുടെ ഖബറിൽ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു സ്വാലിഹീങ്ങളോടൊപ്പം അവന്റെ ജന്നാത്തിൽ ഒരുമിപ്പിച്ച് തരുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.